ഞാൻ കൗൺസിലിൽ പങ്കെടുത്തു, എനിക്ക് ഒപ്പിടണം. അല്ല, നമ്മളെ ഹാജർ ബുക്ക് ഞങ്ങൾക്ക് വേണം ഒപ്പിടാൻ. അവര് മണിക്കൂറോളം അത് ശബരിനാഥ് എന്നെ അടിച്ച് എന്നെ ആക്രമിച്ചത്. നാടകം പൊളിഞ്ഞിരിക്കുന്നു. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒന്നിച്ച് നടത്തിയിരിക്കുന്ന ഈ നാടകം ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ശബരിനാഥ് ചില വനിതാ കൗൺസിലർമാരെ മാത്രം മുന്നിൽ നിർത്തി കളിക്കുന്ന ഈ നാണംകെട്ട പരിപാടിക്കെതിരെ BJPയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, സമരങ്ങളും ഉണ്ടാവും. അപ്പൊ ശബരിനാഥാണ് ബുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൈയ്യടിച്ചത്. നിങ്ങളെല്ലാം കണ്ടുപിടിക്കുകയല്ലേ? നിങ്ങൾ ഫുൾ മീഡിയ ഇവിടെ ഉണ്ടല്ലോ. സ്ത്രീകളെ കൈ പിടിക്കണം എങ്ങനെയാണ്? സ്ത്രീകളെ കൈയേറ്റം ചെയ്യണം എങ്ങനെയാണ്? നമസ്കാരം. തിരുവനന്തപുരം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ ഇന്ന് ഏറെ നാടകീയമായ സംഭവങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ആദ്യഘട്ടം തന്നെ സംഘർഷാവസ്ഥ ഉടലെടുത്തു. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനെതിരെ വലിയ രീതിയിലുള്ള ആരോപണവുമായി ആദ്യഘട്ടത്തിൽ തന്നെ UDFന്റെ കൗൺസിലർമാർ രംഗത്ത് വന്നിരിക്കുന്നു. അതേസമയം BJP കൗൺസിലർമാർ പറയുന്നത് ഈ നഗരസഭയുടെ അറ്റൻഡൻസ് ബുക്ക് രജിസ്റ്റർ UDF കൗൺസിലർമാർ കൈയടക്കി വെക്കാൻ ശ്രമിച്ചിരിക്കുന്നു. ഇതിനെ തുടർന്നാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ളൊരു സംഘർഷാവസ്ഥ നഗരസഭാ കൗൺസിലിന് ഉള്ളിൽ ഉടലെടുത്തത്. അതായത് ഇവിടെ മുഴുവൻ മീഡിയ ഉണ്ടല്ലോ. ഞാൻ ഇവിടെ ക്യാമറയുണ്ട്. ഞാൻ ആരെ കൈയേറ്റം ചെയ്തു എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ അവകാശമാണ്. ഞാൻ കൗൺസിലിൽ പങ്കെടുത്തു, എനിക്ക് ഒപ്പിടണം. അയാൾ മണിക്കൂറോളം ആ ഹാജർ ബുക്ക് കയ്യിൽ വെച്ചിരിക്കുകയാണ്. ഈ കൗൺസിൽ ഹാളിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഞങ്ങൾ ഒപ്പിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഹാജർ നഷ്ടപ്പെടും. ബോധപൂർവമായി ശബരിനാട് നടത്തിയിട്ടുള്ള ഒരു ഗൂഢാലോചനയാണ്. അത് ഞാൻ ചോദിച്ചപ്പോൾ തന്നില്ല. എന്നെയാണ് ശബരിനാട് കൈയേറ്റം ചെയ്തത്. അവര് ഒപ്പിട്ട നിങ്ങളെ മീഡിയയിലെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അവര് ഒപ്പിടുന്നില്ല. അല്ല, നമ്മളെ ഹാജർ ബുക്ക് ഞങ്ങൾക്ക് വേണം ഒപ്പിടാൻ. അവര് മണിക്കൂറോളം വെച്ചിരിക്കും. അത് ശബരിനാഥ് എന്നെ അടിച്ച് എന്നെ ആക്രമിച്ചത്. എന്നാ അല്ല, ആരോപണ തെളിവുണ്ടോ? എന്തെങ്കിലും ഇതായി കണ്ടില്ലേ? ആരാണ് ആക്രമിച്ചത്? ഹാജർ ബുക്ക് എനിക്ക് ഞാൻ ഒപ്പിടണ്ടേ? അവര് ഒപ്പിട്ടത് നിങ്ങളെ മീഡിയയെ കാണിച്ചുകൊണ്ട് മണിക്കൂറോളം നിൽക്കുകയല്ലേ? ഒരു ഒപ്പിടാൻ എത്ര മണിക്കൂർ വേണം? മാത്രമല്ല, ഈ ഹാജർ ബുക്ക് എന്ന് പറയുന്നത് ഇദ്ദേഹം ചെയർപേഴ്സണാണ്. നഗരസഭയുടെ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന് അധികാരപ്പെട്ട കാര്യം മാത്രമേ അദ്ദേഹം ചെയ്തിട്ടുള്ളൂ. ഈ ഹാജർ ബുക്ക് അവർ തിരുത്തില്ല എന്ന് എന്താണ് ഉറപ്പ്? ഹാജർ ബുക്ക് തട്ടിയെടുത്തുകൊണ്ട് കൈകാര്യം ചെയ്യാൻ ഏത് കൗൺസിലർക്കാണ് അധികാരമുള്ളത്? അവരുടെ മുന്നിൽ ആകെ അതിന് ഹാജരായി എന്നുള്ള ഒപ്പിടാൻ മാത്രമേ അധികാരമുള്ളൂ. ആ ഹാജർ ബുക്ക് തിരുത്താനാണ് അവർ ശ്രമിച്ചത്. അതിലെ പേജുകൾ വലിച്ചു കീറാൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ളത് കണ്ടുകൊണ്ട് നിൽക്കാൻ ഒരു ചെയർപേഴ്സണ് സാധ്യമല്ല. നഗരസഭയുടെ അധികാരപ്പെട്ട ചെയർപേഴ്സൺ അത് ഒരു കാരണവശാലും ഇത്തരത്തിൽ പ്രധാനപ്പെട്ട ഒരു ഹാജർ ബുക്കിനെ സംരക്ഷിക്കുന്ന കാര്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് ശ്രീ ശബരിനാഥൻ അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്തെന്ന രീതിയിലാണ് ഇപ്പൊ പ്രതികരിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ അവിശ്വാസം നാടകം പൊളിഞ്ഞിരിക്കുന്നു. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒന്നിച്ച് നടത്തിയിരിക്കുന്ന ഈ നാടകം ഇന്ന് ഇവിടുത്തെ ജനാധിപത്യ വിശ്വാസികളെ, മാധ്യമ സുഹൃത്തുക്കൾ എത്തിച്ചിട്ടുണ്ട്. എന്തായാലും തുടർന്ന് ഇദ്ദേഹത്തിന്റെ ഈ ശബരിനാഥ് ചില വനിതാ കൗൺസിലർമാരെ മാത്രം മുന്നിൽ നിർത്തി കളിക്കുന്ന ഈ നാണംകെട്ട പരിപാടിക്കെതിരെ BJPയുടെ ശക്തമായ പ്രതിഷേധം ഉണ്ടാവും, സമരങ്ങളും. എന്റെ അവകാശമാണ് എന്റെ മിനിറ്റ്സ് എനിക്ക് ഒപ്പിടുക എന്നുള്ളത്. ഞാനൊരു ചെയർപേഴ്സണാണ് ഇവിടുത്തെ. കൗൺസിലർമാർ ഒപ്പിടാൻ ആ മിനിറ്റ്സ് ബുക്ക് അവർ തരുന്നില്ല. സ്വാഭാവികമായും ഞാൻ ചോദിക്കുമല്ലോ, ചോദിക്കാൻ ബുക്ക് തരാൻ അവർ തയ്യാറാവുന്നില്ല. അപ്പം ശബരിനാഥാണ് ബുക്ക് തരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് എന്നെ കൈയ്യറ്റം ചെയ്തു. നിങ്ങളെല്ലാം കണ്ടുപിടിക്കുകയല്ലേ? നിങ്ങൾ ഫുൾ മീഡിയ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ ബലാത്കാരമായി ഹാജർ ബുക്ക് വച്ചിരുന്നത് ഹാജർ ബുക്കിനെ തിരുത്താനാണ്. അതിനൊരു ഗൂഢാലോചനയുണ്ട്. അങ്ങനെ ഒരു കൗൺസിലർക്ക് ഒപ്പിടാൻ കൊടുക്കുന്ന ഹാജർ ബുക്കിനെ അങ്ങനെ മണിക്കൂറോളം കൈവയ്ക്കാൻ പാടില്ല. ഇല്ല, ഞങ്ങളാരും ഒപ്പിട്ടില്ല. ഞങ്ങൾ ഒപ്പിടാൻ ഞങ്ങൾ 50 കൗൺസിലർമാർ ഇവിടെ നിൽക്കുകയല്ലേ. ആരെയാണ് കൈയ്യേറ്റം ചെയ്തത്? നിങ്ങളിവിടെ നിൽക്കുകയല്ലേ. എന്നെയല്ലേ കൈയ്യേറ്റം ചെയ്തത്? ഒപ്പിടാൻ വേണ്ടി അതിൽ കൂടെ അല്ല, അങ്ങനെയല്ലല്ലോ. ഈ മിനിറ്റ്സ് എടുത്ത മീഡിയയും അവിടെ മണിക്കൂറോളം കാണിച്ചുകൊണ്ടും ആ പേജ് മാറിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതിലെ പേജ് വലിച്ചു കീറി അവിടെ എന്തെല്ലാം ചെയ്യാം. ഞാനൊരു ഭരണസമിതിയുടെ ഭാഗമാണ്. അപ്പോൾ ആ മിനിസ്റ്ററെ സംബന്ധിച്ച് ഞാൻ ചെയർപേഴ്സണിലേക്ക് ചോദിക്കുവാനും മറ്റ് കൗൺസിലർമാർക്ക് ഒപ്പിടാൻ കൊടുക്കാൻ എനിക്ക് അവകാശമുണ്ട്. ആ ചോദ്യത്തിനാണ് ശബരിനാഥ് കൈയ്യേറ്റം എന്നെ ചെയ്തത്.
അല്ല നിങ്ങളെല്ലാം ഉണ്ടാകുന്നില്ല കയറി പിടിച്ചെന്നോ എന്തോണോ പറയാമല്ലോ മിനിച്ചിലാക്കി പിടിച്ചത് സ്ത്രീകളെ കൈ പിടിക്കണം എങ്ങനെയാണ് സ്ത്രീകളെ കൈയേറ്റം ചെയ്യണം എങ്ങനെയാണ് കണ്ടില്ലേ അതിലൊന്നും നമുക്ക് ആർക്കും പരാതിയില്ല എനിക്ക് ഒപ്പിടണം എനിക്ക് മിനിറ്റ്സ് വേണം ആ മിനിറ്റ്സ് ബോധപൂർവം മിനിറ്റ്സ് കൈയടക്കി വച്ചിരിക്കുമ്പോൾ അതിനകത്ത് കൃത്രിമങ്ങൾ കാണിക്കുവാൻ വേണ്ടി ഒരു ഗൂഢാലോചന LDF UDF കൂടെ നടത്തിയതാണ് അപ്പം ഞങ്ങൾക്ക് ഒപ്പിട്ടണ്ടേ കൗണ്ടർ കാളിൽ നിന്ന് പോകുന്നപ്പോൾ ഞങ്ങൾക്ക് ഒപ്പിടണം ആ അവകാശത്തെയാണ് ശബരിനാഥ് തടഞ്ഞു വെച്ചത് ആ തടഞ്ഞു വെച്ചാൽ എനിക്ക് ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ എനിക്ക് ഒപ്പിടണ്ടേ ആ ഒപ്പിടമ്പോൾ ചോദിച്ചപ്പോൾ മിനിറ്റ്സ് നമുക്ക് തന്നാൽ പോരെ അത് തരൂല എന്നും എന്നെ ആക്രമിക്കുവാനും വേണ്ടി ശ്രമിക്കുന്നതിലെ ഏറ്റവും ഗുരുതരമായ തെറ്റ് എന്റെ അവകാശത്തെയാണ് അതാ മിനിറ്റ്സ് ബുക്ക് നിങ്ങൾ നോക്കിയാൽ കാണും മേയർ സെക്ഷനുണ്ട് കംപ്ലീറ്റ് അതിൽ കിഴിയിരിക്കുകയാണ് എന്തായാലും BJP കൗൺസിലർമാർ UDF കൗൺസിലർമാരെ കയറി പിടിക്കാനടക്കം ശ്രമിച്ചു എന്നുള്ള ആരോപണമാണ് നിലവിലിപ്പോൾ ഉയർന്ന് വന്നിരിക്കുന്നത് വലിയ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുകയാണ് UDF കൗൺസിലർമാർ അതേസമയം CPM കൗൺസിലർമാരും ക്യാമറമാൻ ആഷിക്കിനൊപ്പം അമൽ രുദ്ര മറുനാടൻ മലയാളി തിരുവനന്തപുരം